കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനനെയും അറിയുന്നു, എൻ്റെ ജനമോ എന്നെ അറിയുന്നില്ല എന്ന് എല്ലാ കാലഘട്ടത്തിലും ദൈവം സങ്കടപ്പെടുന്നു, അല്ലെങ്കിൽ ദൈവം ആ വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ട്. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നന്നായിട്ടറിയാം, സർവശക്തനാകുന്ന ദൈവത്തിൻ്റെ വലിയ ഒരു പദ്ധതി ഈ ഭൂമിയിൽ നിലനിർത്താൻ, അല്ലെങ്കിൽ കൊണ്ടുവരുവാൻ, തൻ്റെ ജനത്തെ തൻ്റെ വരവിനായി ഒരുക്കുവാൻ ദൈവത്താൽ അനുവദിക്കപ്പെട്ടതായ ചില സാഹചര്യങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത്. എൻ്റെ അടുത്ത് പലരും സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്, പാസ്റ്റർ ഇതിനൊക്കെ ഒരു മാറ്റം വരുമായിരിക്കും അല്ലേ? ഞാൻ അവരുടെ മുഖത്ത് നോക്കി പറയാറുണ്ട്, കർത്താവ് എല്ലാവരെയും നന്നാക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഒരു വിശുദ്ധീകരണത്തിൻ്റെ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവികമായ ഒരു റെസ്റ്റോറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവികമായ ഒരു പ്യൂരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനും ദൈവശബ്ദത്തിന് വില കൽപ്പിക്കുവാനും കേട്ട വചനം അധികം കരുതിക്കൊണ്ട് ദൈവതിരുപാദപീഠത്തിൽ സമർപ്പിതരാകുവാനും തയ്യാറാകുന്ന ഒരു കൂട്ടത്തെ സർവശക്തനാകുന്ന ദൈവം തിരയുന്നു. അവരെ പണിതുയർത്തുവാൻ ആഗ്രഹിക്കുന്നു. അവരെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതി ഉണ്ട് നിശ്ചയം. ഈ രാത്രിയിൽ നമുക്ക് തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. What is the secret of spiritual blessings? എന്താണ് ആത്മീക അനുഗ്രഹങ്ങളുടെ രഹസ്യം? ആത്മീക അനുഗ്രഹങ്ങളിൽ മാത്രം ഇന്നത്തെ സന്ദേശം ഒതുങ്ങില്ല. കർത്താവ് സ്പിരിച്വൽ നീഡുകളെ മാത്രം മീറ്റ് ചെയ്ത ദൈവമല്ല, നിങ്ങളുടെ മെറ്റീരിയൽ നീഡ്സിനെയും കർത്താവ് മീറ്റ് ചെയ്യും. എനിക്കറിയാം, ഒത്തിരി ഭാരത്തോടെയും വേദനയോടെയും പ്രയാസത്തോടെയും ഒക്കെ എന്നെ കേൾക്കുന്ന വലിയൊരു കൂട്ടം ആൾക്കാർ ഇവിടെയുണ്ട്. ഈ ഓൺലൈൻ സർവീസിൽ അവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. യേശു കർത്താവ് നിക്കോദിമോസിനോട്, ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ, വീണ്ടും ജനനം പ്രാപിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ലെന്ന് പറയുമ്പോൾ, 4-ാം അധ്യായത്തിൽ കുടുംബജീവിതം തകർന്നുപോയ ശമരിയക്കാരി സ്ത്രീയുടെ ജീവിതത്തെ കർത്താവ് റിസ്റ്റോർ ചെയ്യുന്നു. 5-ാം അധ്യായത്തിൽ വരുമ്പോൾ 38 വർഷം ബെഥേസ്ത എന്ന കുളക്കരയിൽ ആരും സഹായിക്കാനില്ലാതെ തളർന്നു കിടന്ന രോഗിയെ യേശു ക്രിസ്തു സൗഖ്യമാക്കുന്നു. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ച് 5000 പോഷിപ്പിക്കുന്നു. അപ്പോൾ വീണ്ടും ജനനത്തിൻ്റെ ആത്മീയതയുടെ ഒരു സന്ദേശം മാത്രമല്ല കർത്താവിന് നൽകുവാനുള്ളത്. നിന്റെ രോഗത്തെ സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയും. നിന്റെ ജീവിതത്തിന്റെ കുറവുകളെ നിറവുകളാക്കുവാൻ, അപ്പമീനുകളെ വർദ്ധിപ്പിക്കുവാൻ, ശൂന്യതയിൽ നിന്ന് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാനും കർത്താവിന് കഴിയും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലനോട് യേശു ക്രിസ്തു പറഞ്ഞത്, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. എൻ്റെ കൃപ നിനക്ക് മതി, അത് സഫിഷ്യന്റ് ആണ്. എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. എൻ്റെ കർത്താവിന് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് വേണ്ടതെല്ലാം നൽകുവാൻ കഴിയും. യേശു എൻ്റെ ആവശ്യങ്ങളെക്കാൾ അധികം മതിയായ ദൈവമാണ്. നമുക്കൊരു വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം. ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 2 വേർഡ് 30. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ എന്നെ നിന്ദിക്കുന്നവരെ നിന്ദിതരാകും.
നിന്ദിതർ ആക്കും. ഇത് യഹോവ അരുളി ചെയ്യുന്ന ഒരു അരുളപ്പാടാണ്. ഇത് ദൈവം മനുഷ്യന് നൽകിയ വാഗ്ദത്വവും വാഗ്ദാനവുമാണ്. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെയും എൻ്റെ നാമത്തെയും നിന്ദിക്കുന്നവർ നിന്ദിതരായിത്തീരും. അബ്രഹാം മാനിക്കപ്പെട്ടതിൻ്റെ പിറകിൽ ഒരു ജീവിത രഹസ്യമുണ്ട്. അബ്രഹാമിന്റെ സഹോദരി പുത്രനായ ലോത്ത് പരാജിതനായതിന്റെ പിറകിലും ഒരു ജീവിത രഹസ്യമുണ്ട്. അബ്രഹാമിന്റെ ഭാര്യ സാറ അനുഗ്രഹിക്കപ്പെട്ടവളായതിന്റെ പിറകിലും ഒരു ജീവിത രഹസ്യമുണ്ട്. അബ്രഹാമിന്റെ സഹോദരി പുത്രനായ ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായി പോയതിന്റെ പിറകിലും ആ പരാജയത്തിന്റെ പിറകിലും ഒരു ജീവിത രഹസ്യമുണ്ട്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു മീനെ പോലും കിട്ടാതെ വല കഴുകിക്കൊണ്ടിരുന്ന നിരാശനായിരുന്ന പത്രോസ് എന്ന മനുഷ്യൻ അപ്പോസ്തലന്മാരിൽ ഒന്നാമനായി തീർന്നതും വാക്കുകൾക്ക് പോലും വിലയില്ലാത്ത ആ മനുഷ്യന്റെ നിഴലിന് പോലും വിലയുണ്ടായതിന്റെയും പിറകിൽ ഒരു ജീവിത രഹസ്യമുണ്ട്. ദൈവസഭയെ മുടിച്ച് ഉപദ്രവിച്ച് നടന്ന ശൗൽ അപ്പോസ്തലന്മാരിൽ ശ്രേഷ്ഠനായി മാറിയതിന്റെ പിറകിൽ അവന്റെ കൈയാൽ അസാധാരണമായ വീര്യപ്രവൃത്തികൾ നടന്നതിന്റെ പിറകിൽ അസാധാരണമായ ഒരു ജീവിത രഹസ്യം പൗലോസിന്റെ ലൈഫിൽ, പൗലോസിന്റെ ചരിത്രത്തിലുണ്ട്. സ്തോത്രം. മാനിക്കപ്പെടുവാൻ താല്പര്യമുള്ളവർ ഈ ഭാഗം ശ്രദ്ധിക്കുക. എൻ്റെ ദേശത്തിൽ, എൻ്റെ കുടുംബത്തിൽ, സഭയിൽ, സഹോദരങ്ങളുടെ മധ്യേ എന്നെ ദൈവമാക്കിയിരിക്കുന്ന മേഖലകളിൽ എനിക്ക് മാനിക്കപ്പെടണം, മാന്യതയുള്ള ഒരു ജീവിതം എനിക്ക് നയിക്കണം എന്നാഗ്രഹിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ദൈവം പറയുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരായിത്തീരും. ഇത് മനുഷ്യൻ പറഞ്ഞതല്ല. ഇത് ഏതെങ്കിലും ഒരു വ്യക്തികൾ നിന്ദിക്കുന്ന നിന്ദയല്ല. ഇതേതെങ്കിലും ഒരു വ്യക്തികൾ മാനിക്കുന്ന മാന്യതയുമല്ല. ഒരു സംഘടന തരുന്ന മാന്യതയോ, ഒരു സമുദായം തരുന്ന മാന്യതയോ, മാതാപിതാക്കൾ തരുന്ന മാന്യതയോ, വാക്കുപാറുന്ന മനുഷ്യൻ തരുന്ന ഒരു മാന്യതയോ അല്ല. സർവശക്തനാകുന്ന ദൈവത്തിൽ നിന്നും വെളിപ്പെട്ടു വരുന്ന ഒരു മാന്യതയെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വ്യസനത്തോടെ ഒരമ്മ പ്രസവിച്ച മകനാണ് യബസ്. ഒരു വ്യസനപുത്രനായി തീർന്നതുകൊണ്ട്, അവനെ പ്രസവിച്ചത് കൊണ്ട് തന്നെ ആ കുടുംബത്തിന് തകർച്ചകൾ ഉണ്ടായതുകൊണ്ട് ഇങ്ങനൊരു മകനെ പ്രസവിക്കേണ്ടായിരുന്നു. മാന്യതയെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വ്യസനത്തോടെ ഒരമ്മ പ്രസവിച്ച മകനാണ് യബസ്. ഒരു വ്യസനപുത്രനായി തീർന്നതുകൊണ്ട്, അവനെ പ്രസവിച്ചത് കൊണ്ട് തന്നെ ആ കുടുംബത്തിന് തകർച്ചകൾ ഉണ്ടായതുകൊണ്ട് ഇങ്ങനൊരു മകനെ പ്രസവിക്കേണ്ടായിരുന്നു എന്ന് ആ അമ്മ ചിന്തിച്ചത് കൊണ്ട് അവനെ അബ്ബേസ് എന്ന പേർ വിളിച്ചു എന്നാണ് ദിനവൃത്താന്ത പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ എബ്ബേസ് തന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എബ്ബേസ് തന്റെ ദൈവത്തോട് നിലവിളിച്ചു. ആ ഭാഗത്തിൽ ഇങ്ങനെ വായിക്കുന്നു, എബ്ബേസ് തന്റെ സഹോദര വർഗങ്ങളെക്കാൾ ഏറ്റവും മാന്യനായി തീർന്നു. ഏത് പരാജിതനെയും, ഏതു തകർന്നവനെയും, മാതാപിതാക്കളും കുടുംബവും ദേശവും സമൂഹവും വിധി എഴുതിയവനെയും മാനിക്കുവാൻ, ഉയർത്തുവാൻ കഴിവുള്ള ഒരു കർത്താവുണ്ട്. എത്ര വലിയ മാന്യതയുടെ കൊടുമുടിയിലിരിക്കുന്നവനെയും, പ്രശസ്തികളുടെയും പ്രതാപങ്ങളുടെയും ഉച്ചസ്ഥായിലിരിക്കുന്നവനെയും ഒറ്റ സെക്കൻഡ് കൊണ്ട് ഒരു നിന്ദിതനാക്കാൻ, ഒരു നിന്ദിത പാത്രമാക്കാൻ കഴിവുള്ളവനാണ് ദൈവം. ഞാൻ ഒന്നുകൂടെ ആ പദം മാത്രം ഈ ഓൺലൈൻ സർവീസിൽ വാത്സല്യ സഹോദരങ്ങളെ ആവർത്തിക്കുകയാണ്. എത്ര വലിയ നിന്ദിതനെയും മാന്യതനാക്കാൻ, മാനിക്കുവാൻ, നിന്ദയുടെ പടുകുഴിയിൽ കിടക്കുന്ന
നിന്നയുടെ പൊട്ടക്കിണറിൽ കിടക്കുന്ന, നിന്നയുടെ അടിമച്ചന്തയിൽ കിടക്കുന്ന, നിന്നയുടെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന, നിന്ന അനുഭവിക്കാവുന്നതിന്റെ മാക്സിമത്തിൽ നിൽക്കുന്ന ജോസഫിനെ പോലുള്ള ഒരു വ്യക്തിയെ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാക്കി, പ്രൈം മിനിസ്റ്ററാക്കി മാനിക്കുവാൻ കഴിവുള്ളവനാണ് ദൈവം. 3000-ഓളം ഒട്ടകവും ആടുമാടുകളും വസ്തുക്കളുമുള്ള ഇയ്യോബ് എന്ന മനുഷ്യൻ, വെണ്ണ കൊണ്ട് കാല് കഴുകുന്ന മനുഷ്യൻ, പട്ടണത്തിൽ തന്റെ സിംഹാസനം സ്ഥാപിക്കുമ്പോൾ വൃദ്ധന്മാർ എഴുന്നേറ്റ് നിന്ന് ജോബിനെ ആദരിക്കും. യൗവനക്കാർ വായ്പൊത്തി മാറി നിൽക്കുന്ന അസാധാരണമായ ജ്ഞാനമുള്ള മനുഷ്യൻ, അസാധാരണമായ സാമ്പത്തിക ഭദ്രതയുള്ള മനുഷ്യൻ, അസാധാരണമായ വസ്തുവകകളും ആടുമാടുകളും മൃഗസമ്പത്തും ധനസമ്പത്തും പുത്രസമ്പത്തുമുള്ള മനുഷ്യൻ. ആ ജോബിനെ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഒരോട്ട് കഷ്ടം മാത്രമുള്ളവനാക്കി മാറ്റുവാൻ, എല്ലാം ഉണ്ടായിരുന്ന ജോബിനെ ഒന്നുമില്ലാത്ത, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ 100 നിന്നവനെ 0-യിൽ കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. എന്നാൽ ആ ജോബ് 0-യിൽ നിൽക്കുമ്പോഴും ജീവനുള്ള ദൈവത്തെ മാനിച്ചതിനാൽ ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു, തിരുവെടുത്ത് പറയുന്നു, ഇയ്യോബിനെ ആദ്യകാലങ്ങളിൽ ദൈവം അനുഗ്രഹിച്ചതിനേക്കാൾ അധികം പിന്നത്തേതിൽ ദൈവം അനുഗ്രഹിച്ചു. അതെ, ആടുമാടുകളും വസ്തുവകകളും പുത്രി സമ്പത്തുകളുമുള്ള മനുഷ്യനെ ഒരോട്ട് കഷ്ണമുള്ളവനാക്കി മാത്രം മാറ്റി തന്റെ വ്രണം ചുരുണ്ടുന്ന ഒരു സാഹചര്യത്തിൽ എത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. ആ സാഹചര്യത്തിൽ നിന്നും ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതെ ദൈവമുഖം അന്വേഷിച്ച ജോബിനെ ഒറ്റ നിമിഷം കൊണ്ട് സകല സമൃദ്ധിയുടെയും അനുഗ്രഹത്തിന്റെയും ഉടമസ്ഥനാക്കി തീർക്കുവാനും ജീവനുള്ള ദൈവത്തിന് കഴിയും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ തിരുവെഴുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യകരമാണ്. എന്നെ നിന്നയുടെ പടുകുഴിയിൽ നിന്ന് മാന്യതയുടെ ഉച്ചസ്ഥായിയിൽ എത്തിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. എന്നാൽ എല്ലാ മാന്യതയുടെയും, എല്ലാ പദവിയുടെയും, പണത്തിന്റെയും, ഹുങ്കിന്റെയും, അഹങ്കാരങ്ങളുടെയും മധ്യേ ജീവിക്കുന്നവനെ, ഞാനാണ് ഏറ്റവും വലിയ മനുഷ്യൻ, ബാക്കിയുള്ളവരെല്ലാം കുറവുള്ളവരാണ്, അവൻ കള്ളനാണ്, ഇവൻ കള്ളനാണ്, അവള് കള്ളിയാണ്, അവരിങ്ങനാണ്, ഇവനിങ്ങനാണ്, ഞാൻ മാത്രം പെർഫെക്റ്റ് എന്ന് പറയുന്ന വ്യക്തിയെ ഒറ്റ നിമിഷം കൊണ്ട് പൊളിച്ചടുക്കി നിന്നെ നിന്നാപാത്രത്തിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിക്കുവാനും ഈ ദൈവത്തിന് കഴിയും. എന്നാൽ ദൈവം തന്റെ വ്യവസ്ഥയെ തെറ്റിക്കില്ല. അവനെ മാനിക്കുന്നവരെ അവൻ മാനിച്ചിരിക്കും, അവനെ സ്നേഹിക്കുന്നവരെ അവൻ മറന്നു കളയില്ല. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ഈ സർവീസിൽ എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, മാനിക്കപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. കുറുക്കു വഴികളൊന്നും അതിനില്ല. ഷോർട്ട് കട്ടുകളിൽ എപ്പോഴും മനസ്സിലാക്കുക, വിശുദ്ധ ബൈബിളിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്, ബൈബിൾ എന്ന 66 പുസ്തകങ്ങൾ അടങ്ങിയ തിരുവെഴുത്തുകൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ ആ തിരുവെഴുത്തുകളുടെ താളുകൾ പരിശോധിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെടുവാനുള്ള യാതൊരു കുറുക്കു വഴികളും അതിൽ എഴുതിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ ഇങ്ങനെ പ്രസംഗിച്ചു, ഈ ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാകുന്ന യേശുവിനെ നോക്കി ഈ ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഈ ട്രാക്കിൽ നിങ്ങൾ ഓടുമ്പോൾ മറ്റ് കുറുക്കു വഴികളില്ല, ബൈപ്പാസ് റോഡുകളില്ല. നമ്മൾ പറയില്ലേ, നല്ല ബ്ലോക്കാണ്, അതുകൊണ്ടൊരു ബൈപ്പാസ് റോഡ് എടുത്ത് ഞാനിഞ്ഞ് പോരുന്നു, എനിക്ക് മറ്റൊരു വഴി അറിയായിരുന്നു, അതുകൊണ്ട് ആ ടേൺ എടുത്ത് ഞാനിങ്ങോട്ട് ഇഞ്ഞ് പെട്ടെന്ന് ഇഞ്ഞ് എത്തി. അങ്ങനെ എത്താൻ പറ്റില്ല. ഇതിന് ബൈപ്പാസുകളില്ല, ഇതിന് കുറുക്കു വഴികളില്ല. ഇത് സ്ട്രൈറ്റ് റോഡാണ്. ഈ റോഡിലൂടെ നാം ഓടേണ്ടത് നേരെയാണ്, വളഞ്ഞ വഴിയിലൂടെയല്ല. വിശുദ്ധ ബൈബിൾ ഒരിക്കലും വളഞ്ഞ വഴിയിലൂടെയുള്ള പണസമ്പാദനത്തെ പ്രശംസിക്കുന്നില്ല. വളഞ്ഞ വഴികളിലൂടെയുള്ള യാതൊരു തരത്തിലുള്ള കാര്യങ്ങൾക്കും പ്രോത്സാഹനം നൽകുന്നില്ല. ഈ പുസ്തകം സത്യവേദ പുസ്തകമാണ്. സത്യസന്ധതയ്ക്കും നീതിക്കും വില കൽപ്പിക്കുന്ന പുസ്തകമാണ്.
സത്യസന്ധന്മാർ, നീതിയോടെ ജീവിച്ചവർ, അനുഗ്രഹിക്കപ്പെട്ട ചരിത്രവും, സത്യമില്ലാത്തവർ, കുറുക്കുവഴികൾ തിരഞ്ഞെടുത്തവർ, ഒരു കാലഘട്ടത്തിൽ അവർ പറന്നുയർന്നെങ്കിലും അവരെന്തോ വലിയ സംഭവമായി തീർന്നു എന്ന് അവർക്കൊക്കെ തോന്നിയെങ്കിലും പിന്നത്തേതിൽ അവരുടെ വീഴ്ച ലോകം മുഴുവൻ കണ്ട സാഹചര്യങ്ങളും ഈ പുസ്തകത്തിൽ വ്യക്തമാണ്. ഇതിനകത്ത് നമുക്ക് ഉടനീളം ദൈവം എഴുന്നേൽപ്പിച്ചവരെയും വീണവരെയും നമുക്ക് കാണാം, വീണവരെയും എഴുന്നേറ്റവരെയും നമുക്ക് കാണാം, അനുഗ്രഹിക്കപ്പെട്ടവരെയും പരാജയപ്പെട്ടവരെയും നമുക്ക് കാണാം. അതുകൊണ്ട് ഇതുപോലൊരു പുസ്തകം ഉലകത്തിലില്ല എന്ന് ഞാൻ എന്നും പ്രസംഗിക്കുന്നു, ഇന്നും പ്രസംഗിക്കുന്നു. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ ജനമേ, മാനിക്കപ്പെടുവാനുള്ള വഴിയെന്താണ്? ദൈവത്തെ മാനിക്കുക, തൻ്റെ വചനത്തെ മാനിക്കുക. ദൈവത്തെയും ദൈവവചനത്തെയും ദൈവത്തിന്റെ പ്രവൃത്തികളെയും നിന്ദിക്കാതിരിക്കുക. എന്തിനാണ് അതിന് 1000 പോയിന്റ്? ഈ ഒരു ഭാഗം വായിച്ചിട്ട് എന്നെ മാനിക്കുന്നവരെ ഞാനും മാനിക്കും എന്ന് വളരെ ക്ലിയർ ആയിട്ട് അവിടെ എഴുതിയിരിക്കുമ്പോൾ അതിനകത്ത് ഇനി ഞാൻ ഷെൽഫിൽ നിന്ന് ഒരു 10-25 തിയോളജിയുടെ പുസ്തകം എടുത്ത് വ്യാഖ്യാനിക്കേണ്ട കാര്യമുണ്ടോ? പോയിന്റ് നമ്പർ 1, പോയിന്റ് നമ്പർ 2, പോയിന്റ് നമ്പർ 3, ഇതാ ഒന്നും പറയേണ്ട കാര്യമില്ല. വെരി സിമ്പിൾ. ദൈവത്തെയും ദൈവത്തിന്റെ വചനത്തെയും തന്റെ നാമത്തെയും മാനിക്കുന്നവരെ ദൈവം മാനിക്കും. അവന്റെ നാമത്തെ അപമാനിക്കുന്നവരെ, പുച്ഛത്തോടെ കാണുന്നവരെ, പരിഹാസികളെ അവരിപ്പം വിജയിച്ചെന്ന് തോന്നിയാലും അവരൊരു വൻ പരാജയമായിരിക്കും. ഇല്ലെങ്കിൽ അവർ മടങ്ങി വരണം, ഇല്ലെങ്കിൽ അവർ അനുദപിക്കണം, ഇല്ലെങ്കിൽ ഈ ദൈവം വലിയവനെന്ന് തിരിച്ചറിഞ്ഞ് അവന്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകണം. അതെ, ഞാനും നിങ്ങളും മാനിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എനിക്കിതിനകത്ത് 1-2 കാര്യങ്ങൾ വ്യക്തിപരമായി പറയാനുള്ളത്. ദൈവത്തെയും ദൈവവചനത്തെയും പരിഹസിക്കുന്ന, നിന്ദിക്കുന്ന, പ്രത്യേകിച്ച് ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യരെ അപമാനിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെ ഒരിക്കലും നിങ്ങൾ അങ്ങനെയാകരുത്. നിങ്ങൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം മറക്കും. മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് മറവി എന്നുള്ളത്. അതുകൊണ്ടാണ് കൂടെ വേദപുസ്തകത്തിൽ പല അധ്യായങ്ങളിലും മറക്കരുത് മറക്കരുത് എന്നെഴുതിയിരിക്കുന്നത്. എൻ മനമേ നീ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വ അന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്റെ മനമേ നീ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. മറക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് മറക്കരുതെന്ന് എഴുതിയിരിക്കുന്നത്. ലേഖനങ്ങളിലുടനീളം അതിഥി സൽക്കാരം മറക്കരുതെന്നും പരസ്പരം ബഹുമാനിക്കുവാൻ മറക്കരുതെന്നും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നമ്മൾ ഇതൊക്കെ പെട്ടെന്ന് മറന്നു പോകുന്നവരാണ്. പലതും മറന്നു പോകുന്നത് കൊണ്ടും പലരും ചെയ്തതും ഓർത്തിരിക്കാത്തത് കൊണ്ടുമാണ് പലരും ഈ ഭൂമിയിൽ വിജയിക്കുന്നത് പോലും. രാഷ്ട്രീയത്തിലും അല്ലാതെയൊക്കെ നമ്മളിതൊന്നും ഓർത്തിരിക്കില്ല. പക്ഷേ മറക്കരുത് എന്ന് ഒരു ആഹ്വാനം നൽകിക്കൊണ്ട് ഈ രാത്രിയിൽ തിരുവെഴുത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിപ്പാൻ ആഗ്രഹിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 9, 10, 11 വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. റോമർക്കെഴുതിയ ലേഖനം 12-ന്റെ 9, 10, 11 വാക്യം. സ്നേഹം നിർവ്യാജ്യം ആയിരിക്കട്ടെ, വ്യാജമല്ലാത്ത സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ സ്നേഹം. തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവീൻ. ഒരു കാര്യം നിങ്ങൾ കേൾക്കുമ്പോൾ, നിങ്ങൾ കാണുമ്പോൾ അതൊരു തിന്മയാണ് എന്ന് മനസ്സിലായാൽ ആ തിന്മയെ അനുകൂലിക്കാതെ തീയതിനെ വെറുത്ത് നല്ലതിനോട് ചേർന്നിരിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. 10-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായിപ്പുണ്ട്, ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവീൻ. ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവീൻ. എന്താണ്
സാമുവേലിന്റെ പ്രവചന പുസ്തകത്തിൽ വായിച്ചത് എന്നെ മാനിക്കുന്നവരെ ഞാനും മാനിക്കും എന്നുള്ളതല്ലേ? സഹോദരപ്രീതിയിൽ സ്ഥായി പൂണ്ട് നിലനിൽക്കുന്നവരായി ബഹുമാനം കൊടുക്കുന്നതിൽ, മാന്യം കൊടുക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവീൻ. പലപ്പോഴും പാട്ടുപാടാൻ നമ്മൾ മുന്നിലാണ്, കൈകൊട്ടാൻ മുന്നിലാണ്, പ്രസംഗിക്കാൻ മുന്നിലാണ്, കൺവെൻഷനുകൾ നടത്താൻ മുന്നിലാണ്, സകലവിധ കാര്യങ്ങളും ചെയ്യാൻ പലരും മുന്നിലാണ്. മറ്റവർ ചെയ്തതിനേക്കാൾ കുറച്ചുകൂടെ മെച്ചമായി ചെയ്യുവാനുള്ള വാശിയേറിയ മത്സരങ്ങളാണ് ഇന്ന് ആത്മീയ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മത്സരങ്ങളെ ഒന്നും ഒരിക്കലും ദൈവം അനുകൂലിക്കുന്നില്ല. കാരണം ദൈവം മത്സരികളുടെ ഇടയിൽ ഇല്ല. അവൻ മത്സരികളോട് എതിർത്തു നിൽക്കുന്ന ദൈവമാണ്. പിന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? സഹോദരപ്രീതിയിൽ തമ്മിൽ സ്ഥായിപ്പുണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവീൻ. ഇന്ന് നമ്മുടെ സമൂഹത്തെ നമ്മൾ നോക്കിയാൽ മനുഷ്യൻ മറ്റുള്ളവരെ അപമാനിക്കുന്നതിലാണോ മുന്നിൽ, ബഹുമാനിക്കുന്നതിലാണോ മുന്നിൽ? വേദപുസ്തകത്തിലെങ്ങും എഴുതിയിട്ടില്ല മറ്റൊരാളെ അപമാനിക്കുന്നതിൽ നിങ്ങൾ മുന്നിൽ കാണണമെന്ന്. ബഹുമാനിക്കുന്നതിൽ മുന്നിട്ടുകൊള്ളുവീൻ. ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായം വായിക്കുമ്പോൾ വ്യഭിചാരക്കുറ്റത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് ആലയത്തിന്റെ നടുവിൽ നിർത്തി. ഒലിവുമലയിൽ ആലയത്തിൽ യേശു ജനത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒത്ത നടുവിൽ നിർത്തി. എന്നിട്ട് അവളെ കൊണ്ടുവന്ന ആ സമൂഹം യേശു ക്രിസ്തുവിനോട് ചോദിക്കുന്നു, ഗുരു, ഇവളെ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചിരിക്കുകയാണ്. മോശയും ന്യായപ്രമാണവും പറയുന്നത് ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ളതാണ്. എന്താണ് അങ്ങയ്ക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? തൊട്ടു താഴെയുള്ള വാക്യത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സന്ദേശമുണ്ട്. ഇത് അവർ അവനെ പരീക്ഷിക്കേണ്ടതിന് അവനോട് ചോദിച്ചതായിരുന്നു. അപ്പോൾ യേശുവിനെ കുടുക്കുവാൻ, കുരുക്കുവാൻ ഒരു പദ്ധതിയും ഒരുക്കിക്കൊണ്ടാണ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ യേശുവിനെ അപമാനിക്കുവാൻ ഒരു പദ്ധതിയും ഒരുക്കിക്കൊണ്ടാണ് ഈ പരീക്ഷ സമൂഹം അതിനുവേണ്ടി ഒരു തെറ്റ് ചെയ്ത സ്ത്രീയെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഒരു തെറ്റ് ചെയ്ത സ്ത്രീയെ നടുവിൽ നിർത്തി ഒരു തെറ്റും ചെയ്യാത്തവനെ അപമാനിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ അവരുടെ ലക്ഷ്യങ്ങളെയും ആലോചനകളെയും തിരിച്ചറിഞ്ഞവനായി നമ്മുടെ കർത്താവ്, യേശു കർത്താവ്, അവരെ നോക്കി പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവളെ നിങ്ങൾ എറിഞ്ഞുകൊള്ളുക. ആദ്യം അവളെ നിങ്ങൾ നിങ്ങളുടെ കല്ലിൽ കൈ കരുതിയിരിക്കുന്ന കല്ല് എറിഞ്ഞുകൊള്ളുക. അവിടെ ഒരു പദമുണ്ട്. ഇത് പറഞ്ഞിട്ട് അവൻ നിലത്ത് വിരൽ കൊണ്ട് എഴുതിക്കൊണ്ടിരുന്നു. മൂത്തവരും ഇളയവരും മനസ്സാക്ഷിയുടെ ആക്ഷേപമേതുവായി അവരോരോരുത്തരും അവിടം വിട്ട് കടന്നുപോയി. യേശു കർത്താവ് നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടിയാണ് നിലത്ത് കുനിഞ്ഞിരുന്ന് എഴുതിയത്? അതിനെക്കുറിച്ച് വ്യത്യസ്തമായ നിലകളിൽ പ്രസംഗിക്കുന്നവരുണ്ട്, അതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നവരുണ്ട്. എനിക്ക് കർത്താവ് എന്താണ് നിലത്ത് എഴുതിയതെന്ന് അറിയില്ല. കാരണം വേദപുസ്തകത്തിൽ യേശു നിലത്ത് എഴുതിയത് എന്താണെന്ന് എഴുതിയിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ അതൊരു ആറ്റിറ്റ്യൂഡാണ്, അതൊരു പ്രവൃത്തിയാണ്. എന്തായിരുന്നു കർത്താവിന്റെ ആറ്റിറ്റ്യൂഡ്? നിങ്ങളിൽ പാപമില്ലെന്ന് പറയുന്നവൻ അവളെ കല്ലെറിയൂ എന്ന് പറഞ്ഞതിന് ശേഷം എറിയാൻ കല്ലുമായി നിൽക്കുന്നവരുടെ മുഖത്ത് തന്നെ യേശു നോക്കി നിന്നിരുന്നെങ്കിൽ, ആദ്യത്തെ കല്ല് നിലത്തിട്ട് തിരിഞ്ഞു പോകുന്നവനല്ലേ അതിലെ പ്രധാന പാപി? അത് അവനെ സംബന്ധിച്ചിടത്തോളം അവന് അപമാനകരമായ ഒരു അവസ്ഥയല്ലേ? താൻ കുറവുള്ള ഒരു മനുഷ്യനാണ് എന്ന്, താനൊരു തെറ്റുകാരനാണ് എന്ന് ഒരു വ്യക്തിയുടെ മുമ്പിൽ വെളിപ്പെടുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം അവന് വളരെ ഒരു ഇൻസൾട്ടാണ്. ആ കല്ലും താഴെയിട്ട് പോയ സകല പരീക്ഷന്മാർക്കും വ്യക്തിപരമായ ഒരു ബോധ്യം ആ ചോദ്യത്തിലൂടെ ലഭിച്ചു. ഞങ്ങൾ ആരും പെർഫെക്റ്റ് അല്ല, ദൈവത്തിന്റെ മുൻപാകെ നിൽക്കുവാനുള്ള ഒരു യോഗ്യതകളും ഞങ്ങൾക്കില്ല. സങ്കീർത്തന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അകൃത്യങ്ങളെ ഓർത്താൽ ആർ അവന്റെ മുൻപിൽ നിൽക്കും എന്നുള്ളത്.
എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, മൂത്തവരും ഇളയവരും ഓരോരുത്തരായി മടങ്ങിപ്പോയി. എന്തായിരിക്കും യേശു കുനിഞ്ഞിരുന്നത്? എന്തായിരിക്കും ഈ ചോദ്യം അവരുടെ മുഖത്ത് നോക്കി ചോദിച്ചിട്ട് മുഖത്തു നിന്ന് തന്റെ കണ്ണുകൾ പിൻവലിച്ച് നിലത്തു നോക്കി താൻ എഴുതിയത്? ഇതൊരു ആറ്റിറ്റ്യൂഡാണ്. ആറ്റിറ്റ്യൂഡിന് എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ, എറിയാൻ വന്ന, തന്നെ കുടുക്കുവാൻ വന്ന തന്റെ ശത്രുവിനെ പോലും ഒരു നോട്ടം കൊണ്ട് പോലും അപമാനിക്കുവാൻ ആഗ്രഹിക്കാത്ത ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ മനോഭാവം. യേശു കർത്താവ് നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ എറിയട്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ മുഖത്തു തന്നെ നോക്കി നിന്നിരുന്നെങ്കിൽ അത് അവർക്ക് വലിയൊരു അപമാനമാണ്. അവർ കല്ലും ഇട്ടിട്ട് പോകുമ്പോൾ യേശുവിന്റെ മുമ്പിൽ ഒന്നാമത്തെ പാപി, രണ്ടാമത്തെ പാപി, മൂന്നാമത്തെ പാപി എന്നുള്ള നിരകളിലേക്ക് അവർ കയറി വരികയാണ്. പക്ഷേ കർത്താവ് അവരെല്ലാം പോയതിനു ശേഷമാണ് തല നിവർത്തിയത്, അവളോട് സംസാരിച്ചത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, തന്റെ ശത്രുക്കളെ പോലും, തന്നെ കുടുക്കുവാൻ വന്നവരെ പോലും ഒരു നോട്ടം കൊണ്ട് പോലും അപമാനിക്കുവാൻ ഇഷ്ടപ്പെടാത്ത ദൈവത്തെയും ദൈവവചനത്തെയും പ്രസംഗിക്കുന്നവരും, ഒരു നോട്ടം കൊണ്ട് പോലും തന്നെ കുടുക്കുവാൻ വന്നവരെ പോലും കളിയാക്കാൻ ഇഷ്ടപ്പെടാത്ത ജീവനുള്ള ദൈവത്തെ സ്നേഹിക്കുന്നവരും സേവിക്കുന്നവരും ഒന്നാമത് പഠിക്കുക, നീ വിശ്വസിച്ചവനും നീ സേവിക്കുന്നവനും നീ ആരാധിക്കുന്നവനും ആരാണെന്ന്. എനിക്ക് എൻ്റെ കർത്താവിനെ, അവന്റെ ശുശ്രൂഷകളെ വളരെ ഇഷ്ടമാണ്. എൻ്റെ എല്ലാത്തിനേക്കാൾ അധികം ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു. എനിക്ക് ഈ ഭൂമിയിൽ മാതൃകയാക്കുവാൻ കൊള്ളാവുന്ന ഒരുവനേ ഉള്ളൂ, അത് യേശുക്രിസ്തു മാത്രമാണ്. ഞാൻ മറ്റാരെയും കാണുന്നില്ല. ആരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഈ കാലഘട്ടത്തിൽ എനിക്ക് അങ്ങനെ ആരെയും കാണാൻ പറ്റുന്നില്ല. എനിക്ക് അനുഗമിക്കുവാനും എനിക്ക് ആരാധിക്കുവാനും എനിക്ക് ഉയർത്തുവാനും എനിക്ക് പ്രശംസിക്കുവാനും പ്രകീർത്തിക്കുവാനും ഉള്ളത് ഒരേ ഒരു നാമം മാത്രമാണ്. അത് ഞാൻ സേവിക്കുന്ന എൻ്റെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അവനെ പോലെയാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തന്റെ പുത്രന്റെ സാദൃശ്യത്തോട്, സ്വരൂപത്തോട് നാം അനുരൂപരാകുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പാടാൻ എളുപ്പമുണ്ട്, യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്ക് കേൾക്കുവാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കെന്നെ എൻ നാഥ, നിറയ്ക്കെ എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും പ്രശോഭിച്ചിടുവാൻ. പാടാൻ എളുപ്പമുണ്ട് ഈ വരികളൊക്കെ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, യേശു കർത്താവ് ഏറ്റവും ഒടുവിൽ സുഖപ്പെടുത്തിയത്, സൗഖ്യമാക്കിയത് ആരെയാണെന്നറിയാമോ? ഈ ഭൂമിയിൽ അന്ധന് കാഴ്ച കൊടുത്ത യേശു, ചെകിടന്റെ ചെവിയെ കേൾപ്പിച്ച യേശു കർത്താവ്, പല സന്ദർഭങ്ങളിലും അപ്പമീനുകളെ വാഴ്ത്തി വർദ്ധിപ്പിച്ച് വിളമ്പിയ യേശു കർത്താവ്, കടലിന്റെ മുകളിലൂടെ നടന്ന യേശു കർത്താവ്, മരിച്ചുപോയ യായിറോസിന്റെ പൈതലിനെ ഉയർപ്പിച്ച, മരണപ്പെട്ട് 4 ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ച കല്ലറയിൽ നിന്ന് 4-ാം നാൾ ഉയർപ്പിച്ച ബെഥാനിയയിലെ ലാസറിനെ ഉയർപ്പിച്ച, അങ്ങനെ അനവധിയായ അത്ഭുതങ്ങൾ ഈ ഭൂമിയിൽ ചെയ്ത യേശുക്രിസ്തു തന്റെ കാൽവറി മരണത്തിനും തന്റെ പുനരുത്ഥാനത്തിനും മുൻപ് ചെയ്ത അത്ഭുതം ഏതാണെന്നറിയുമോ? ക്രൂശ് മരണത്തിന് തൊട്ടു മുൻപ്, താൻ ക്രൂശിതനാകുന്നതിന് മുൻപ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, നമ്മുടെ ചിന്തയിൽ പറഞ്ഞാൽ, യേശുക്രിസ്തു ഈ ഭൂമിയിൽ വേഷത്തിൽ മനുഷ്യനായിരുന്നപ്പോൾ ഏറ്റവും ഒടുവിൽ ചെയ്ത അത്ഭുതം, മാനുഷികമായി ഒരു ഹീലിംഗ് ഏതാണെന്നറിയുമോ? തന്നെ പിടിക്കുവാൻ വന്ന, തന്നെ പിടിച്ചു കെട്ടുവാൻ വന്ന, തന്നെ വലിച്ചിഴച്ചു കൊണ്ടുപോകുവാൻ വന്ന ഒരു പട്ടാളക്കാരന്റെ, ഒരു റോമ പടയാളിയുടെ കാത്, ചെവി പത്രോസ് വെട്ടി താഴെയിട്ടു. പത്രോസ് ചെവിക്ക് വെട്ടിയതല്ല, കഴുത്തിന് വെട്ടിയതാണ്. തെറ്റി ഒഴിഞ്ഞ് ചെവിയിൽ കൊണ്ട് ചെവി മുറിഞ്ഞ് താഴെ വീണു. തന്റെ ശിഷ്യന്റെ മുഖത്ത് നോക്കി, നിന്റെ വാളുറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ അവസാനിക്കുമെന്നുള്ള ആഹ്വാനം അവന് കൊടുത്തിട്ട്, ഈ ലോകത്തിലെ ഒരു സർജന്മാർക്കും അത് ചെയ്യുവാൻ കഴിയുകയില്ല. ഏത് പ്ലാസ്റ്റിക് സർജറി ചെയ്താലും, ഏത് സർജന്മാർ തുന്നിക്കെട്ടിയാലും ഒരു പാടെങ്കിലും അവിടെ കാണും. ഒരു പാടോ അടയാളവും ഇല്ലാതെ മുറിഞ്ഞ് താഴെ വീണ് പോയ തന്റെ ശത്രുവിനെ, തന്നെ പിടിക്കുവാൻ വന്ന പടയാളിയുടെ, പട്ടാളക്കാരന്റെ ചെവിയെടുത്ത് അവിടെ വെച്ചു കൊടുത്ത് അവനെ സുഖപ്പെടുത്തി. അതായിരുന്നു യേശുക്രിസ്തു
തന്റെ പരസ്യ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ തന്റെ ഭൂമിയിലുള്ള ജീവിതത്തിൽ ഏറ്റവും ഒടുവിൽ ചെയ്ത ഒരു ഹീലിംഗ്, ഒരു സൗഖ്യം എന്ന് പറയുന്നത് ഈ കർത്താവിനെ തന്നെയാണോ നിങ്ങളൊക്കെ ആരാധിക്കുന്നത്? ഈ കർത്താവിനെ തന്നെയാണോ ചിലരൊക്കെ വിശ്വസിക്കുന്നത്? ഈ കർത്താവിനെ തന്നെയാണോ ചിലരൊക്കെ പ്രസംഗിക്കുന്നത്? ചുങ്കക്കാരെയും പാപികളെയും കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷണം കഴിച്ച കർത്താവ്, വ്യഭിചാരക്കുറ്റത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീക്ക് പാപവിമോചനം കൊടുത്ത യേശു കർത്താവ്, 5 കല്യാണം കഴിഞ്ഞ് 5 വിവാഹവും തകർന്ന് തരിപ്പണമായി 5 പുരുഷന്മാരോടുകൂടെ ജീവിച്ച ഒരു സഹോദരിയോട് യേശു സംസാരിക്കുവാൻ തയ്യാറായി. ഈ കർത്താവിനെ തന്നെയാണോ നിങ്ങളൊക്കെ പ്രസംഗിക്കുന്നത്? താടിയും മുടിയും നരച്ച നിക്കോദിമോസിന് അവന്റെ അടുക്കൽ വരാമായിരുന്നു. പാപിനിയായ സ്ത്രീക്ക് അവന്റെ അടുക്കൽ വരാമായിരുന്നു. ചുങ്കക്കാർക്ക് അവന്റെ അടുക്കൽ വരാമായിരുന്നു. സക്കായി എന്ന പേരുള്ള ധനാഢ്യനായ മനുഷ്യൻ, പണത്തിനൊട്ടും കുറവില്ലവന്, സമ്പന്നനാണ്. ആ സമ്പന്നനായ മനുഷ്യൻ, പണം ധാരാളമുള്ളവൻ, അന്നത്തെ കാലത്തെ ഗവൺമെന്റിൽ ഒരു ടാക്സ് കളക്ടറാണ് അദ്ദേഹം. ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന മനുഷ്യനാണ്. ആ മനുഷ്യൻ യേശു കർത്താവ് എങ്ങനെയുള്ളവനെന്ന് കാണാൻ ശ്രമിച്ചു. പുരുഷാര നിമിത്തം അവന് കഴിഞ്ഞില്ല. അവന് നീളക്കുറവായിരുന്നു. കാരണം ഇവിടെ ഒത്തിരി നീളം കൂടിയവരുണ്ടല്ലോ. വിശ്വാസത്തിൽ ഞാനാണ് ഏറ്റവും വലിയവൻ, വിശുദ്ധിയിൽ ഞാനാണ് ഏറ്റവും വലിയവൻ, കഴിവിൽ ഞാനാണ് ഏറ്റവും വലിയവൻ, പാരമ്പര്യത്തിൽ ഞാനാണ് ഏറ്റവും വലിയവൻ എന്ന് അങ്ങനെ കുറെ നീളക്കൂടുതലുള്ളവർ കാരണം ചെറിയ ആൾക്കാർക്കൊന്നും ഇവിടെ കർത്താവിനെ കാണാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ അവരുടെ ആവശ്യവും ആഗ്രഹവും ആർത്തിയും നിമിത്തം ഏതൊക്കെയോ മരച്ചില്ലകളിൽ കയറിയിരുന്ന് അവർ ക്രിസ്തുവിനെ കാണുകയല്ലേ. പക്ഷേ ഉയരം കൂടിയ മഹാന്മാരുടെ വീട്ടിലേക്കല്ല ക്രിസ്തു പോയത്. സ്വയവിശുദ്ധന്മാരെന്ന് അഭിമാനിക്കുന്നവരുടെ അരമനകളിലേക്കല്ല ആഹാരം കഴിക്കാൻ നസ്രായൻ കടന്നുപോയത്. സഖായിയെ, നീ വേഗത്തിൽ ഇറങ്ങി വാ. ഇന്ന് ഞാൻ നിന്റെ കൂടെ നിന്റെ ഭവനത്തിൽ പാർക്കാൻ പോവുകയാണ്. നീ എന്നെ കാണാൻ ആഗ്രഹിച്ചല്ലേ? നീ എന്നെ കാണാൻ കൊതിച്ചല്ലേ? സക്കായുമായിട്ട് യേശു കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു കുറെ കക്ഷികൾ. അവര് പറഞ്ഞു, ഇവനിതാ ഒരു പാപിയോട് സംസാരിക്കുന്നു. ഒരു കൂട്ടം ആൾക്കാർ പാപികൾ, ഞങ്ങൾ മാത്രം വിശുദ്ധന്മാർ. ഇതൊരു പരീക്ഷത്വമല്ലേ? ഇതിനെയല്ലേ യേശുക്രിസ്തു പൊളിച്ചത്? കർത്താവ് പൊളിച്ചു കളഞ്ഞതിനെയല്ലേ ഇവിടെ ആരൊക്കെയോ പണിയാൻ ശ്രമിക്കുന്നത്? എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, താങ്കൾ ഏത് ജാതിയോ ഏത് മതമോ ഏത് ഭാഷക്കാരനോ ഏത് പണമുള്ളവനോ പണമില്ലാത്തവനോ തകർന്നവനോ ആരുമാകട്ടെ, താങ്കളെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. ഉയരമുള്ള പലരും കൂടെ നടക്കുന്നെങ്കിലും കാണാനുള്ള കൊതിയോടെ മരച്ചില്ലയിൽ പൊത്തിപ്പിടിച്ചിരുന്നു കൊണ്ട് കർത്താവിനെ ദർശിക്കുന്ന ചില സഖായിമാരോട് ഇന്ന് രാത്രിയിൽ യേശു പറയുന്നു, ഞാൻ നിന്റെ കൂടെ നിന്റെ വീട്ടിൽ നിന്നോടൊപ്പം പാർക്കാൻ പോകുകയാണ്. അനുതാപത്തിന്റെ നിറകണ്ണുകളോടെ സക്കായി കർത്താവിന്റെ മുഖത്ത് നോക്കി തിരിച്ചു പറഞ്ഞു, നാഥാ, ഞാൻ എന്തെങ്കിലും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതെല്ലാം ഇരട്ടിയായി തിരികെ കൊടുക്കാൻ പോവുകയാണ്. ഇത്രയും പുരുഷാരം കേൾക്കെ സക്കായി പാപിയാണെന്ന് പറഞ്ഞപ്പോൾ അവൻ പാപിയോട് വർത്താനം പറയുന്നു എന്ന് പറഞ്ഞ് പരിഹസിച്ചവർ കേൾക്കെ പറഞ്ഞു, ഇവരും അബ്രഹാമിന്റെ മകനാകയാൽ ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു. സഹോദരങ്ങളെ, സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായിപ്പുണ്ട്. ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവിൻ. അതിൽ മതമില്ല, അതിൽ ജാതിയില്ല, അതിൽ വംശ വർഗ വർണ്ണ വ്യത്യാസമില്ല.
ഈ ഭൂമിയിലേക്ക് കർത്താവായ യേശു ക്രിസ്തു വന്നത് മനുഷ്യ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ പാടുവാനിടയായി, എനിക്കായി ചിന്തി നിൻ രക്തം ഇല്ലീതല്ലാതൊരു ന്യായം, ഇപ്പോഴും നിൻ വിളി കേട്ടു ഞാൻ, ദേവാട്ടിൻ കുട്ടി വരുന്നേ നിൻ സന്നദ്ധിയിൽ. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ബഹുമാനിക്കുന്നതിൽ മുന്നിൽ വരാമോ? വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ആരെയും അപമാനിക്കാത്ത, പരിഹസിക്കാത്ത ഒരു നല്ല വ്യക്തിത്വത്തിനുടമയായി ജീവിക്കുവാൻ നിങ്ങൾ തീരുമാനമെടുക്കാമോ? ബൈബിൾ പറയുന്നു, എന്നെ മാനിക്കുന്നവരെ ഞാനും മാനിക്കും. 1 പത്രോസിന്റെ ലേഖനത്തിൽ 2-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വളരെ വ്യക്തമായി പത്രോസ് പറയുന്ന ഒരു കാര്യം, നമ്മളിപ്പോൾ വായിച്ച റോമർ 12-ന്റെ 9-10 വാക്യങ്ങളല്ലേ വായിച്ചത്? അതിന്റെ 11-ാമത്തെ വാക്യം വായിച്ചോ? 11-ാമത്തെ വാക്യം ഒന്ന് നോക്കി. 12-ന്റെ 11. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സ്നേഹിക്കുവിൻ, സേവിക്കുവിൻ. താങ്ക് യു ജീസസ്. 1 പത്രോസിന്റെ ലേഖനം 2-ന്റെ 17-ാമത്തെ വാക്യത്തിൽ പത്രോസ് പറയുന്നുണ്ട്, എല്ലാവരെയും ബഹുമാനിപ്പീൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായി ഒരു ബെനിഫിറ്റ് കിട്ടുന്നവരെ മാത്രം നിങ്ങൾ ബഹുമാനിക്കരുത്. അങ്ങനെയാണ് മനുഷ്യർ. ഇന്ന് ഒരാളെ സ്നേഹിക്കുന്നത് പോലും തിരിച്ചെന്ത് കിട്ടും എന്നുള്ള ചിന്തയിലാണ്. മറ്റൊരാളെ ബഹുമാനിക്കുന്നത് പോലും അയാളെ ബഹുമാനിച്ചു കൂടെ നിന്നാൽ എനിക്ക് എന്തെങ്കിലും പേഴ്സണലി ഒരു ബെനിഫിറ്റ് ഉണ്ടാവും എന്ന ചിന്തയിലാണ്. അപ്പോൾ ബഹുമാനവും സ്നേഹവും പോലും വെറുമൊരു അഭിനയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോഴാണ് ബൈബിൾ നമ്മളോട് പറയുന്നത്, പാസ്റ്ററെ മാത്രം ബഹുമാനിച്ചാൽ പോരാ, പള്ളിയിൽ അച്ഛനെ മാത്രം ബഹുമാനിച്ചാൽ പോരാ, അധികാരത്തിൽ ഇരിക്കുന്നവരെ മാത്രം ബഹുമാനിച്ചാൽ പോരാ, എല്ലാവരെയും ബഹുമാനിപ്പീൻ, സഹോദരവർഗത്തെ സ്നേഹിപ്പിൻ. മിക്കവാറും ഇന്ന് ഈ ലൈവ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിൽ എനിക്കെന്നാ, ഞാൻ പറയുന്ന കാര്യം വേദപുസ്തകത്തിലെ കാര്യമാണെന്നുള്ള ഉറപ്പ് എനിക്കുള്ളിടത്തോളം എനിക്ക് ദൈവത്തിന്റെ മുമ്പിൽ ഇത് നീതിയായി പ്രസംഗിക്കാം. എല്ലാവരെയും ബഹുമാനിപ്പീൻ, സഹോദരവർഗത്തെ സ്നേഹിപ്പീൻ, ദൈവത്തെ ഭയപ്പെടുവീൻ, രാജാവിനെ ബഹുമാനിപ്പീൻ. സഹോദരങ്ങളെ, ഓണർ ഓൾ men. Thank you Jesus. Thank you Lord Jesus. മാനം കൊടുത്താൽ നിങ്ങൾക്ക് മാനം ലഭിക്കും, സ്നേഹം കൊടുത്താൽ നിങ്ങൾക്ക് സ്നേഹം ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. എല്ലാവരെയും ബഹുമാനിപ്പീൻ, സഹോദരവർഗത്തെ സ്നേഹിപ്പീൻ, ദൈവത്തെ ഭയപ്പെടുവീൻ, രാജാവിനെ ബഹുമാനിപ്പീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ ജനമേ, ആ ഒരു വിധേയത്വം ഉണ്ടല്ലോ, ആ ഒരു വിധേയത്വം, ആ ഒരു സബ്മിഷൻ, ആ ഒരു സബ്മിസീവ് മൈൻഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ബ്ലെസ്സിങ്സ് കൊണ്ടുവരും. എല്ലാവരെയും ബഹുമാനിപ്പീൻ. സഹോദരവർഗത്തെ സ്നേഹിക്കുന്നവർക്ക് സഹോദരവർഗങ്ങളുടെ ഇടയിൽ ഒരു അംഗീകാരം ഉണ്ടാവും. ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തെ ബഹുമാനിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവത്തിൽ നിന്ന് എന്നെ മാനിക്കുന്നവരെ ഞാനും മാനിക്കുമെന്ന് പറഞ്ഞ ഒരു നന്മയുണ്ടാകും. രാജ്യം വെച്ചിരിക്കുന്ന അധികാരത്തെ ഓണർ ചെയ്യുന്നവർക്ക്, രാജാവിനെ ബഹുമാനിക്കുന്നവർക്ക് രാജ്യത്തിന് അവരൊരു അനുഗ്രഹമായിരിക്കും. ഗവൺമെന്റ് വെച്ചിരിക്കുന്ന നിയമങ്ങളെ അനുസരിക്കാതെ അത് പാലിക്കാതെ നടക്കുന്നവർ അവർ ദേശത്തെ നശിപ്പിക്കുകയല്ലേ. അതുകൊണ്ട് വാത്സല്യ ദൈവമക്കളെ,
എല്ലാവരെയും ബഹുമാനിപ്പീൻ. തീരുമാനമെടുക്കണം. എൻ്റെ വാക്കുകൊണ്ടോ, എൻ്റെ നോട്ടം കൊണ്ടോ, എൻ്റെ പ്രവൃത്തികൾ കൊണ്ടോ, എൻ്റെ ആറ്റിറ്റ്യൂഡുകൾ കൊണ്ടോ ഒരു വ്യക്തിയെയും ഞാൻ അപമാനിക്കില്ല. എൻ്റെ ശത്രുവിനെ പോലും ഞാൻ അപമാനിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവർക്കുമുണ്ട് ഭാര്യ, അവർക്കുമുണ്ട് മക്കൾ, അവർക്കുമുണ്ട് സഹോദരങ്ങൾ, അവർക്കുമുണ്ട് കുടുംബം, അവർക്കുമുണ്ട് ഒരു കമ്മ്യൂണിറ്റി. താങ്ക് യു ലോർഡ് ജീസസ്. പ്രധാനമായും ആരെയൊക്കെ ബഹുമാനിക്കണം? ഒന്ന് രണ്ട് വാക്കുകൾ മാനിക്കുക എന്നുള്ള ഭാഗത്ത് നിന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 12-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്ക. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സുണ്ടാകാൻ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. ഇത് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, മക്കളെ, നിങ്ങൾക്ക് നന്മയുണ്ടാകാനും നിങ്ങൾ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്ക. ആർക്കാണിത് വേണ്ടാത്തത്? ദീർഘായുസ് നിങ്ങൾക്ക് വേണ്ടേ? നന്മ നിങ്ങൾക്ക് വേണ്ടേ? നന്മയുണ്ടാകാൻ, ദീർഘായുസുണ്ടാകാൻ ഉപവാസ പ്രാർത്ഥനയിൽ പോയിരുന്ന് തമ്പേറടിക്കണം എന്നാണോ എഴുതിയിരിക്കുന്നത്? നന്മയുണ്ടാകാൻ, ദീർഘായുസുണ്ടാകാൻ ഇപ്പൊ കൈയടിക്കുന്ന ഓളിയത്തിൽ അടിച്ചാൽ പോരാ, കുറച്ചും കൂടെ ശബ്ദത്തിൽ അടിക്കണമെന്നാണോ എഴുതിയിരിക്കുന്നത്? നന്മയുണ്ടാകാൻ, ദീർഘായുസുണ്ടാകാൻ മാനുഷികമായ ഏതെങ്കിലും കർമ്മ ആചാരങ്ങൾ ചെയ്യണം എന്നാണോ എഴുതിയിരിക്കുന്നത്? ഒന്നുമില്ല. നിനക്ക് ജന്മം നൽകിയ നിന്റെ മാതാപിതാക്കളെ നീ ബഹുമാനിക്കുക. അപ്പനെയും അമ്മയും ബഹുമാനിക്കുമ്പോൾ, അപ്പനെയും അമ്മയും സ്നേഹിക്കുമ്പോൾ അതിനകത്ത് മറഞ്ഞിരിക്കുന്നതായ ഒരു അനുഗ്രഹമുണ്ട്. അത് ദീർഘായുസാണ്, അത് നന്മയാണ്. ഇത് ദൈവം തന്ന വാഗ്ദത്തമാണ്. ജനിപ്പിച്ച അപ്പനെയും ജന്മം നൽകിയ അമ്മയെയും ബഹുമാനിക്കാതെ പാട്ടുകൾ പാടിയത് കൊണ്ട് എന്താണ് പ്രയോജനം? കൈ ആഞ്ഞടിച്ചത് കൊണ്ട് എന്താണ് പ്രയോജനം? കുറേ കൂടെ സമയം അന്യഭാഷ ഉച്ചത്തിൽ പറഞ്ഞത് കൊണ്ട് എന്താണ് പ്രയോജനം? സഹോദരങ്ങളെ, എന്നോട് നിങ്ങൾക്ക് വിഷമം തോന്നരുത്. നിങ്ങളുടെ അനുഗ്രഹത്തിനായി, നിങ്ങളുടെ നന്മയ്ക്കായി ദൈവവചനം തുറന്നു വെച്ച് ബൈബിളിനകത്തുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നു. അപ്പന്റെയും അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കൊരു അനുഗ്രഹമാണ് സഹോദരങ്ങളെ. സായിപ്പ് അമേരിക്കയിൽ നിന്ന് വന്ന ഒരു ഇംഗ്ലീഷുകാരൻ ശുശ്രൂഷകൻ വന്ന് നിങ്ങളുടെ കൈ പിടിച്ച് പ്രാർത്ഥിക്കുന്നതിനേക്കാളും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമാണ് നിന്റെ അപ്പന്റെയും അമ്മയുടെയും നിറകണ്ണുകളോടുകൂടെയുള്ള ആശീർവാദം. നിനക്ക് നന്മയുണ്ടാകാൻ, നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. താങ്ക് യു ജീസസ്.